എല്ലാം അറിഞ്ഞിട്ടും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താനും അദ്ദേഹം തയ്യാറായിരുന്നു. ദൈവം നിശ്ചയിച്ച ഒന്നും മനുഷ്യൻ തിരുത്താനാവില്ല. പത്മാവതി, നിന്റെ സഹോദരന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു വൈദികൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. ദൈവത്തിന്റെ ഇംഗിതം അങ്ങനെയായിരുന്നിരിക്കും. ഫാദർ എന്താ പറയുന്നത്? മരിച്ചുപോയി നീ വിശ്വസിക്കുന്ന നിന്റെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഫാദർ, പ്രസവത്തിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നിന്റെ ചേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു. ആ കുഞ്ഞിനെ ആരുമറിയാതെ നിന്റെ ചേട്ടൻ ഈ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടിയാണ് അന്ന് ഡോക്ടർ ജയദേവൻ ഇങ്ങനെ ചെയ്തത്. ഫാദർ, എന്റെ മോൻ. പത്മാവതിയുടെ മകൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. ആരാണ് ഫാദർ? പത്മാവതി അറിയും, രാജു. രാജുവിനെ ഞാനാണ് അവന്റെ അമ്മയെന്ന് അറിയാമോ ഫാദർ? ഇന്നലെ വരെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോ അറിയാം. എനിക്ക് എന്റെ മോനെ കാണണം.